വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും കാര്യകാരണങ്ങൾ നിരത്തി അഭിപ്രായപ്പെടുന്നത്. പിണറായി വിജയന്റെ ഭരണത്തിൽ മലയാളികൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. PR വർക്കുകൾ കൊണ്ട് മുഖം രക്ഷിക്കാൻ CPM കഴിയുന്നത്ര ശ്രമിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും തന്നെ ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല. കാര്യങ്ങൾ കോൺഗ്രസിന്റെ കരയിലേക്ക് അടുക്കുകയാണ് എന്നത് CPM-ഉം മനസ്സിലാക്കുന്നുണ്ട്. വരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ നമുക്ക് പരിശോധിച്ചു നോക്കാം. ഈ സർക്കാരിന്റെ ദുർഭരണം തന്നെയാണ് ആദ്യത്തെ ഘടകം. ഇടതുപക്ഷക്കാർ പോലും കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണത്തിൽ മനം മടുത്തിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും തങ്ങളുടെ പാർട്ടിക്ക് സംഭവിച്ചത് തന്നെ കേരളത്തിലും ആവർത്തിക്കുമോ എന്ന ഭയപ്പാടിലാണ് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പോലും. വിലക്കയറ്റം മുതൽ ക്രമസമാധാനം വരെ എല്ലാ മേഖലയിലും പൂർണ്ണ പരാജയമായ സർക്കാർ എന്ന ലേബലാണ് ഇടതുപക്ഷ സർക്കാരിന് പൊതുജനങ്ങൾക്കിടയിലുള്ളത്. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഈ ഭരണവിരുദ്ധ വികാരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. സമരം ചെയ്യുന്നവരോടുള്ള സർക്കാരിന്റെ സമീപനവും സമരക്കാരെ മൃഗീയമായി കൈകാര്യം ചെയ്യുന്ന പോലീസും പൊതുജനങ്ങൾക്കിടയിൽ സർക്കാരിനെ പറ്റി വലിയ അവമതിപ്പുണ്ടാക്കി. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അവരോട് സഹാനുഭൂതിയോടെ പെരുമാറാനോ ഈ സർക്കാരിന് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. വരും മാസങ്ങളിൽ എന്തൊക്കെ അത്ഭുതങ്ങൾ കാട്ടിയാലും സർക്കാരിനെ പറ്റിയുള്ള പൊതുജനത്തിന്റെ അഭിപ്രായത്തിൽ മാറ്റം കൊണ്ടുവരാൻ പാർട്ടിക്കോ സർക്കാരിനോ കഴിയുകയില്ല എന്ന് വ്യക്തമാണ്. രാഹുൽ ഗാന്ധിക്ക് രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയും കോൺഗ്രസ് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന വോട്ട് ചോരി ക്യാമ്പയിനും കേരളത്തിലും വ്യക്തമായ സ്വാധീനമുണ്ടാക്കും. കേരളത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് കേന്ദ്രത്തിൽ ശക്തമാകുമ്പോഴൊക്കെ കേരളത്തിലും ആ ശക്തി പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. കേരളത്തിൽ അധികാരത്തിൽ വരും എന്ന അമിത്ഷായുടെ പ്രഖ്യാപനം സെക്യുലർ വോട്ടുകളെ കൃത്യമായി കോൺഗ്രസിലേക്ക് എത്തിക്കും. BJPയെ നേരിടാൻ കഴിയുന്നത് കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും മാത്രമാണ് എന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ദേശീയ തലത്തിൽ അരങ്ങേറുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും. രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകൾ പ്രകാരം 2026 കേരളത്തിന്റെ വിധി എന്താവുമെന്ന് തീരുമാനിക്കുന്ന എക്സ് ഫാക്ടർ രാഹുലും അദ്ദേഹത്തിന്റെ ക്യാമ്പയിനുകളും ആയിരിക്കും. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിധികളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള മറ്റൊരു ഘടകം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ നിലപാടാണ്. കേരളത്തിലെ BJPയുടെ മുഖമല്ല കേരളത്തിനു പുറത്ത് എന്ന് ക്രൈസ്തവ സമൂഹം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നാളെ കേരളത്തിൽ BJP അധികാരത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിലും അവർക്ക് നല്ല ധാരണയുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പുരോഹിതന്മാർക്കും കന്യാസ്ത്രീകൾക്കും നേരെ പലപ്പോഴായി അക്രമങ്ങൾ ഉണ്ടായപ്പോൾ ഈ വിഷയങ്ങളിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടും ക്രൈസ്തവ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിച്ചിട്ടുണ്ട്. BJP പഞ്ചാര വാക്കുകൾക്കും കപട സ്നേഹത്തിനും ഇനി ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഇടം ലഭിക്കാൻ പോകുന്നില്ല. ക്രൈസ്തവ വിശ്വാസികൾക്കിടയിലെ ഈ ഒരു മാറ്റം മധ്യ കേരളത്തിൽ സീറ്റുകളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ. 3 ഘട്ടമുണ്ട് ഇതിനിടയ്ക്ക്. തെരഞ്ഞെടുപ്പുകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന വിഭാഗം പുതിയ വോട്ടർമാരാണ്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ജെൻസിയുടെ രാഷ്ട്രീയം വളരെ വലിയ ചർച്ചാ വിഷയമാണ്. കേരളത്തിലേക്ക് എത്തുമ്പോഴും പുതിയ വോട്ടർമാർ കൃത്യമായ നിലപാടുള്ളവരാണ്. യുവജനങ്ങൾ കൂടുതലുള്ള ഇൻസ്റ്റഗ്രാമിൽ കേരള സർക്കാരിനും മന്ത്രിമാർക്കും വലിയ രീതിയിലുള്ള പരിഹാസങ്ങളാണ് ലഭിക്കാറുള്ളത്. കേരളത്തിലെ ക്യാമ്പസുകളിൽ KSU തിരിച്ചുവരവും ജെൻസിയുടെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഘടകമായി മാറിക്കഴിഞ്ഞു. യുവാക്കളുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാരായ കഴിവുള്ള നേതാക്കൾ പോലും CPM-ൽ ഇല്ല എന്നതാണ് നിലവിലെ അവസ്ഥ. ഇടതുപക്ഷ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും മറ്റൊരു വലിയ ഘടകമായി നിലനിൽക്കുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് മോഷണ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള CPM-ന്റെ നിശബ്ദത CPI-ൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇടതുപക്ഷ മുന്നണിയിൽ ഗതികേടുകൊണ്ട് തുടർന്നു പോവുകയാണ് CPI എന്ന് CPI-യുടെ തന്നെ പല നേതാക്കളുടെയും പ്രസ്താവനകൾ കേൾക്കുമ്പോൾ പൊതുജനത്തിന് മനസ്സിലാകുന്നു. CPM-നുള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും നടന്നു വരികയാണ്. പുറത്തു വന്ന കത്ത് വിവാദം മുതൽ പിണറായി വിജയന്റെ പാർട്ടിയിലെ ആധിപത്യം വരെ CPM-നുള്ളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിർണായകമായത് സ്ത്രീ വോട്ടർമാരാണ്.
കേരളത്തിൽ വലിയ ശതമാനം വരുന്ന സ്ത്രീ വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാവും കേരളം ആരാണ് ഭരിക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുക. പൊതുവെ അവശ്യ സാധനങ്ങൾക്കുണ്ടായ വിലവർധനവും സംസ്ഥാനത്തെ ക്രമസമാധാന വീഴ്ചകളും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സ്ത്രീ വോട്ടർമാരെ തന്നെയാണ്. കേരളത്തിലും ആ ഒരു പാറ്റേൺ ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. കേരളത്തിൽ ഭരണമാറ്റം തീർച്ചയായും ഉണ്ടാവുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ്. എന്നാൽ വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ഒക്കെ കൂടെ നിർത്തി ഭരണം നിലനിർത്താൻ കഴിയുമെന്നതാണ് CPM-ന്റെ വിശ്വാസം. പൊതുജനം എതിരെ നിൽക്കുമ്പോൾ മറ്റൊരു ഫാക്ടർ കൊണ്ടും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല എന്ന കാര്യം CPM പലപ്പോഴും മറന്നു പോവുകയാണ്. സുകുമാരൻ നായരുടെ പെട്ടെന്നുള്ള നിലപാട് മാറ്റം NSSൽ വലിയ പൊട്ടിത്തെറികൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. നിരന്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ സർക്കാർ ചേർത്ത് പിടിക്കുന്നത് സർക്കാരിന് തന്നെ തിരിച്ചടിയായി വരും. ഭരണവീഴ്ചകൾ കൊണ്ട് പൊതുജന ജീവിതം ദുസ്സഹമായിരിക്കുന്ന സാഹചര്യത്തിൽ സമുദായ നേതാക്കൾ വഴി തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന തോന്നൽ വെറുതെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പൊതുവിൽ കാര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണ്. കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങൾ മാത്രമാണ് കോൺഗ്രസിനോടുള്ള പൊതുജനത്തിന്റെ ഏക പ്രശ്നം. അവയെ രമ്യതയിൽ പരിഹരിച്ച് ഒരുമിച്ച് കോൺഗ്രസിന് മുന്നോട്ടു പോകാൻ കഴിഞ്ഞാൽ 2026 കേരളത്തിൽ ഭരണമാറ്റം സുനിശ്ചിതമാണ്.